വളരെ കാലത്തിന് ശേഷമോ കുറച്ച് കാര്യമായിട്ടുള്ളൊരു വിളിച്ച കല്യാണത്തിന് പോവാൻ ഞാൻ. അയ്യോ സോറി, കല്യാണമല്ല, കല്യാണം മിഞ്ഞാന്ന് കഴിഞ്ഞ്. ഇതാ കഴിഞ്ഞ കല്യാണത്തിൻ്റെ റിസപ്ഷനാ. സിനിമാ നടൻ ജയസൂര്യ ഉണ്ടേനും. പിന്നെ ഞാൻ ഇന്നൊരു കഫേൻ്റെ ഇനോഗ്രേഷന് പോയാലോ, ക്യാമറ ഇല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പുറത്താക്കിയ ബൗൺസേഴ്സ് ഉണ്ടേനു. ജ്യൂസ് വിളമ്പാനായിട്ട് റോബോട്ട് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടറായിട്ട് ലൈവ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റി കാഴ്ചകളുള്ളൊരു അടിപൊളി വെഡ്ഡിങ് റിസപ്ഷൻ. ഇനി വെഡ്ഡിങ് റിസപ്ഷൻ ആരെയാന്ന് പറഞ്ഞുതരാം. നമ്മളെ കണ്ണൂരിൻ്റെ സ്വന്തം ബേക്കറി ആയിട്ടുള്ള ഷീൻ ബേക്കറി ഇല്ലേ, ഷീൻ ബേക്കറിൻ്റെ ഓണറുടെ മകൻ്റെ വെഡ്ഡിങ് റിസപ്ഷനായത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഏകദേശം 10,000-ന് മേലെ ആളുകൾ പങ്കെടുത്തൊരു വെഡ്ഡിങ് റിസപ്ഷൻ കൂടിയായത്. എന്നാൽ പിന്നെ നമുക്ക് മെല്ലെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഈ ഇവൻ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് മാലിക് ഇവൻസാണ്. അവരെന്നെയാണ് അന്നെ ഈ പരിപാടിയിലോട്ട് കാര്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തതും. ഇതാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മാലിക്. ഇവർ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വെഡ്ഡിങ് ഇവൻറ്റിന് ഞാൻ രണ്ടാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്. ഇതുപോലത്തെ വലിയ ഫംഗ്ഷനെല്ലാം പോകുമ്പോൾ ഞാൻ പിന്തുടരുന്നൊരു രീതിയുണ്ട്. നിങ്ങളെല്ലാം ചിലപ്പോൾ ഇതിനെ വയറും കാലിയാക്കിയിട്ട് അല്ലെങ്കിൽ വയറും വാടകയ്ക്ക് എടുത്തിട്ട് വരിക എന്നൊക്കെ പറയും. ബട്ട് ഐ കോൾ ഇറ്റ് ആസ് വെൽ പ്ലാൻഡ് ആയിട്ട് പോവുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കൂടെ തന്നെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ റോബോട്ടും ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംവിധാനം ഒരു കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സാക്ഷ്യം വഹിക്കുന്നത്. ആ റോബോട്ട് കൊണ്ടുത്തരുന്ന വെൽക്കം ഡ്രിങ്ക് കുടിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഇവിടെ ലൈവായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ഫ്രൈഡ് ചിക്കനുണ്ട്. മനുഷ്യൻ കൊണ്ടുവന്ന ജ്യൂസ് ആയാലും ശരി, റോബോട്ട് കൊണ്ടുവന്ന ജ്യൂസ് ആയാലും ശരി, കുടിച്ചു കഴിഞ്ഞാൽ വേഗം വയറ് നിറയും. അതുകൊണ്ട് ഞാൻ ജ്യൂസ് കുടിച്ചില്ല, പകരം 2 പീസ് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിനി. അത് കഴിച്ചുകൊണ്ട് ചെറുതായിട്ടൊരു ചിരിയെല്ലാം ചിരിച്ചുകൊണ്ട് ആ റിസപ്ഷൻ നടക്കുന്ന വലിയ ഹാളിൻ്റെ അകത്തോട്ടേക്ക് അങ്ങോട്ട് കയറിയേ. സംഗീതം പിന്നെ എനിക്ക് വല്ലാത്തൊരു വീക്ക്നെസ് ആയതുകൊണ്ട് കയറിയ ഉടനെ മധുമൊഴിരാതെ നിന്നെ തേടി എന്ന് പറഞ്ഞ പാട്ടെല്ലാം പാടുന്ന ആ ഇക്കാൻ്റെ അടുത്തേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. അതിൻ്റെ ഇടയ്ക്ക് ആ ബുഫേ കൗണ്ടറിലേക്ക് ബിരിയാണി ഇങ്ങനെ കയറുന്നുണ്ട് എന്നുള്ള ആ സത്യമോ ഞാൻ മനസ്സിലാക്കി. അല്ല, നിങ്ങളിങ്ങനെ ജ്യൂസ് കുടിക്കല്ലേ, പിന്നെ നിങ്ങൾക്കൊന്നും തിന്നാൻ കഴിയില്ല എന്നുള്ള സത്യം അവരോട് എനിക്ക് പറയണമെന്നുണ്ടേനു. പിന്നെ എങ്ങനെ പറയാ, ലൈവായിട്ട് ദോശ ഉണ്ടാക്കുന്ന 2 ദോശ കൗണ്ടറിലുണ്ട് കേട്ടോ. പിന്നെ കയറി പോകുമ്പോൾ തന്നെ നമ്മളെപ്പോലത്തെ ആൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ മെനു ഇവിടെ മാലിക് ഇവൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷീൻ ബേക്കറിൻ്റെ സ്വന്തം തന്നെയാണ് മാലിക് ഇവൻസ്. അതുകൊണ്ട് തന്നെ ഡെസേർട്ട് കൗണ്ടറിൽ ഷീൻ ബേക്കറിയിലെ സ്വീറ്റ്സ് അങ്ങനെ തന്നെയുണ്ട്. പുറത്തൊരു ഓല മേഞ്ഞ ചായക്കടയുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു കടലക്കാരനുണ്ട്. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ വാലെ പാർക്കിങ്ങിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അല്ല, ഈ ബൗൺസർ ഇവിടുന്ന് പിടിച്ചിട്ട് എന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പം തീരൂല, തിന്നാണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച. 5 മണിക്ക് കറക്റ്റായിട്ട് ചെക്കനും പെണ്ണും കൂടി എത്തും എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ കറക്റ്റ് 4:20 എത്തിന്. പക്ഷേ ഇവർ വന്ന് എത്ര മണിക്കാണെന്നറിയാം? 5:25. നല്ല കളർഫുൾ ആക്കിയിട്ട് തന്നെ അവരെ ആ ഒരു വരവ് ഗംഭീരാക്കിനിതാ നോക്കിക്കോ. അങ്ങനെ അവരെ അനുഗമിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അകത്തേക്ക് കയറി. പിന്നെ നമ്മളെ ബ്രൈഡിനെയും ഗ്രൂമിനെയും അവരെ കസിൻസ് ഗ്യാങ് ഉണ്ടല്ലോ, അവരിങ്ങനെ ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതിനുശേഷം പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും 2 സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. പിന്നെ ഫുൾ വർണ്ണാഭമായിട്ടുള്ള ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലൂടെ അവർ സ്റ്റേജിലേക്ക് കയറി. അപ്പാടെ ഒരു 8 നിലയുള്ള വലിയ കേക്ക് വന്ന് സ്റ്റേജിൻ്റെ മേലെ നിന്ന് എന്തോ പൊട്ടിയിട്ട് കുറേ പൂവെല്ലാം താഴേക്ക് വീണ്, പിന്നെ പൂക്കുറ്റിയെല്ലാം കത്തിയിട്ടുണ്ട് ഇങ്ങനെ ചുറ്റും തിരിയുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിയാത്തൊരു ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. കേക്കെല്ലാം അപ്പാടന്നെ കഴിക്കാൻ കൊണ്ടുതന്നെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ല. കാരണം എൻ്റെ ലക്ഷ്യം മെയിൻ കോഴ്സാണ്. അതിലാണ് എൻ്റെ ശ്രദ്ധ മൊത്തം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റേജിലെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ അച്ഛനും അമ്മയെല്ലാം കയറിയിട്ട് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. ചെക്കൻ്റെ അച്ഛനമ്മ, പെണ്ണിൻ്റെ അച്ഛനമ്മ, അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഫുഡ് കൊടുക്കാൻ തുടങ്ങി എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് കൂടി ആടുന്ന് കേട്ടാരോ. ഞാൻ അപ്പാടന്നെ സ്റ്റേജിൻ്റെ ആ ഒരു പരിസരത്തുനിന്ന് മാറിയിനി. ഇത് പിന്നെ കുറേ VIP-സും സ്പെഷ്യൽ ഗസ്റ്റ്സൊക്കെ വരുന്നൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരു VIP അല്ലെങ്കിൽ ഒരു പ്രീമിയം ഡൈനിങ് ഉണ്ടെന്ന് ഞാൻ പിന്നെ അധികം അവിടെ പോയിട്ട് തിരിഞ്ഞ് കഴിച്ചില്ല. ഞാൻ വെറുതെ VIP ആണെന്നുള്ള കാര്യം അവരെ അറിയിക്കണ്ടല്ലോ. ഞാൻ ആ VIP ഡൈനിങ് ഏരിയയിലൊന്ന് കയറിയിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കന്നെ പുറത്ത് ഭയങ്കര തിരക്ക്. ആ തിരക്ക് കണ്ട ഞാൻ ചെറുതായിട്ടൊന്ന് പാനിക്കായിനി. പിന്നെ അറ്റകയ്യൊരായിട്ടുണ്ട്. അത് പ്രയോഗിച്ചിട്ട് ക്യൂലൊന്നും നിൽക്കാണ്ട് ഇടയിലോട്ട് കയറിയിട്ട് ഫുഡ് കൗണ്ടറിലെത്തി. ഇനി ഫുഡ് കൗണ്ടറിൽ എന്തെല്ലാം ഉള്ളതെന്ന് കാണിച്ചു തരാം. ബൻ പൊറോട്ടയുണ്ട്, ആട്ടപ്പൊറോട്ടയുണ്ട്, നെയ്പ്പത്തലുണ്ട്, വെള്ളയപ്പമുണ്ട്, നല്ല ചൂട് ചിക്കൻ കറിയുണ്ട്. ഇതിൻ്റെ മണം ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ മട്ടൻ കറിയുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ ലഗോൺ ചിക്കൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് കഴിക്കേണ്ട ബിരിയാണി റൈസ് ഉണ്ട്, ലഗോൺ ചിക്കൻ്റെ പീസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. കൈ കഴുകേണ്ടടുത്ത് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കൈ ടിഷ്യൂവിൽ തുടച്ചിട്ട് പ്ലേറ്റുമായിട്ട് ഞാൻ നേരെ കൗണ്ടറിലേക്ക് ചെന്ന്. സാധാരണ വിളിക്കാത്ത പരിപാടിക്കെല്ലാം പോയി കഴിഞ്ഞാൽ ആടുന്ന് പൊറോട്ടയും നെയ്പ്പത്തലും വെള്ളയപ്പെല്ലാണ് ആദ്യം കഴിച്ച് തുടങ്ങാറ്. പക്ഷേ ഈടുന്ന് ചെറുതായിട്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ബിരിയാണിയിലാണ് തുടങ്ങിയത്. ഈടുന്ന് ഞാൻ ബിരിയാണിയിൽ തുടങ്ങാനൊരു കാരണമുണ്ട്. ഇനി അഥവാ ഇവിടെ ഭയങ്കര തിരക്കായിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ
പിന്നെ എനിക്ക് കിട്ടുന്ന ബിരിയാണി ആസ്വദിച്ച് കഴിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ലൈഫിൽ. അങ്ങനെ എടുത്തൊരു തീരുമാനമാണ് ഇതും. പിന്നെ ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അഥവാ പീസ് തീർന്നിട്ട് അത് എടുക്കാൻ പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് രണ്ടാമത് എണീച്ച് പോകുന്നത്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു 3 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ചിക്കൻ ഫ്രൈ, 3 4 മറ്റോ ചിക്കൻ ഫ്രൈൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ട്, തൈര് സലാഡ് ഉണ്ട്, അച്ചാറും എല്ലാം ഉണ്ട്. അങ്ങനെ ആ പ്ലേറ്റുമായിട്ട് ഭയങ്കര തിരക്കില്ലാത്തൊരു മൂലക്ക് ഇരുന്നിട്ട് യഥോ തസ്തോ ഫല എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങട്ടെ. എത്ര ആർത്തി ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ ബിരിയാണി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യം ബിരിയാണി റൈസിൽ ലേശം മസാലയും കൂടെ ചേർത്ത് കുഴച്ച് കഴിക്കണേ. എന്നാലേ ആ ബിരിയാണീൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടൂ. അതിനുശേഷമായിരിക്കണം നമ്മൾ ചിക്കൻ ആയാലും മട്ടൺ ആയാലും ബീഫായാലല്ലോ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് കഴിക്കേണ്ടത് കേട്ടോ. ഇത് മറക്കറേ. ജീവിതാവസാനം വരെ നിങ്ങളുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ ഈ ബിരിയാണി റൈസും തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടെ ചേർത്ത് കുഴച്ചാടെ വെച്ചിട്ട് ആ ലഗോൺ ചിക്കൻ്റെ ലെഗ് പീസില്ലേ, അതിൻ്റെ നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്തുനിന്ന് ചെറിയൊരു കഷ്ണം, തീരെ ചെറുതല്ല, ലേശം വലിയൊരു കഷ്ണം തന്നെ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ലയിപ്പിച്ച് ചേർത്തിട്ട് കണ്ണ് കൂട്ടിയിട്ട് ഈ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഉഫ്, ഇത് ഒരു റെസ്റ്റോറൻറ്റിലെ ബിരിയാണിക്കും കിട്ടൂല മക്കളെ. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ കടിച്ച് പറിക്കാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. നല്ലോണം ദമ്മിൽ കിടന്നിട്ട് കുക്കായിട്ട് വന്നിട്ടില്ല ആ ചിക്കൻ പീസ് നോക്കിയായിട്ട് നിങ്ങൾ ഇതാ അതിൻ്റെ ആ ഒരു ടെക്സ്ചറെല്ലാം കണ്ട. അതൊരു റൗണ്ട് വിസ്തരിച്ച് കഴിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മളെ ചായക്കാരനെ കണ്ടിട്ടില്ലേ, ആടെ പോയിട്ട് ഒരു വിത്തൗട്ട് നല്ലോണം തണുപ്പിച്ച ലേശം കടുപ്പം കൂട്ടിയിട്ടുള്ളൊരു ചായയും കൂടെ എടുക്കാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു തളർച്ചയുണ്ട്. അപ്പോൾ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ലേശം കടുപ്പം കൂട്ടിയിട്ടില്ല നല്ലോണം തണിച്ച ചായ എടുക്കാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ വേഗം വലിച്ചു കുടിക്കാമല്ലോ. കാരണോ ഊതി കുടിക്കുന്ന ആ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല മക്കളെ. നോക്കിയാട്ട് അടുത്ത തിരക്കാണ്ട് നിങ്ങൾ വേഗം അകത്ത് പോയിട്ട് അടുത്ത പ്ലേറ്റുമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങാനില്ല. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം സിമ്പിളാണെന്ന്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പണി എത്രയാണെന്നറിയാം നിങ്ങൾക്ക്. അപ്പം അങ്ങനെ പ്ലേറ്റുമായിട്ട് ഇറങ്ങി നെയ്പ്പത്തലെടുത്ത്, ആട്ടപ്പൊറോട്ട എടുത്ത്, ബൻ പൊറോട്ട എടുത്ത്, വെള്ളയപ്പം എടുത്ത്, പുട്ട് ചങ്ങായി ഇടാൻ നോക്കി ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം. എന്നിട്ടൊരു 2 കയ്യിൽ ചിക്കൻ കറി വാങ്ങിച്ച്, അതിന് ശേഷം അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള മട്ടൻ കറി ലേശം കഷ്ണത്തോടു കൂടി വാങ്ങിച്ച്, എന്നിട്ട് ഒരു 3 പീസോ മറ്റോ ചിക്കൻ ഫ്രൈയും വാങ്ങിച്ച്, പിന്നെ കുറച്ച് ചെമ്മീൻ്റെ കറിയും വാങ്ങിച്ചിട്ട് ആ പ്ലേറ്റുമായിട്ട് കുറച്ച് നേരം ഞാനിങ്ങനെ ചുറ്റും നോക്കി ഏടിയാപ്പം ഇരിക്കുവാന്ന്. തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. അവസാനം ഒരു സ്ഥലം കിട്ടി. ആ പാട്ടന്നെ അവിടെ പോയി ഇരുന്ന് മുമ്പ് തന്നെ പാട്ടെല്ലാം ഉണ്ട് കേട്ടോ. കള്ളങ്ങൾ പറഞ്ഞാലും നേരെന്താണെന്നറിഞ്ഞാലും ആ പാട്ടല്ലേനും ചങ്ങായി പാടുന്നു. ആ പാട്ടെല്ലാം കേട്ടുകൊണ്ട് താളെല്ലാം പിടിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി. എൻ്റെ തൊട്ടിപ്പുറത്തിരുന്ന ആള് അയാളെ പ്ലേറ്റിൽ നോക്കിയതിനേക്കാളും അധിക സമയം നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ഈ പ്ലേറ്റിലേക്കാണ്. ആന്തിട്ടാവുള്ളിന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. പക്ഷേ എനക്കെൻ്റെ പ്ലേറ്റിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അപ്പോൾ ആദ്യം തന്നെ നല്ലോണം ചെമ്മീൻ കറിയിൽ കുതിർന്നിട്ടില്ല ആ നെയ്പ്പത്തലില്ലേ, അതും ചെമ്മീൻ്റെ കഷ്ണം കൂടെ ചേർത്താണ് കഴിച്ചത്. അതിന് ശേഷം അതേ നെയ്പ്പത്തലിൻ്റെ അപ്പുറത്തറ്റത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം കീറിയെടുത്തിട്ട് അത് ചിക്കൻ കറിയിൽ മുക്കിയിട്ട് ചിക്കൻ പീസും വെച്ചിട്ട് കഴിച്ച്. ചെമ്മീൻ കറിയും ടേസ്റ്റ് ഉണ്ട്, ചിക്കൻ കറിയും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ചിക്കൻ കറീനേക്കാളും ലേശം കൂടി ടേസ്റ്റ് കൂടുതൽ ചെമ്മീൻ കറിക്കാണ് എന്നാണ് തോന്നുന്നത്. ബുഫേലാകുമ്പോൾ സാധാരണേനേക്കാളും ഒരു ഇരട്ടി വലിപ്പമുള്ള പ്ലേറ്റെങ്കിലും വെക്കണപ്പാ, എന്നാലേ ഐറ്റംസ് എല്ലാം മര്യാദയ്ക്ക് എടുക്കാൻ പറ്റൂ. ഇതിപ്പോൾ ഒരു 5-6 ഐറ്റംസ് ലേശം അധികം എടുത്തു പോയി കഴിഞ്ഞാൽ അത് വെക്കാനൊരു സ്ഥലവുമില്ല. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എണീച്ച് പോയി കഴിഞ്ഞാലാണെങ്കിൽ ഈ ഇരുന്ന കസേര കിട്ടുകയില്ല. പിന്നെ കഷ്ടപ്പെടാണ്ടൊന്നും ജീവിതത്തിൽ എളുപ്പത്തിൽ കിട്ടുകയില്ലല്ലോ, അതുകൊണ്ട് കഷ്ടപ്പെടൽ തന്നെ. അപ്പോൾ ഈ പ്ലേറ്റിലെടുത്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 3 ഐറ്റംസ്, ഒന്നാ ബൻ പൊറോട്ട, പിന്നെ നെയ്പ്പത്തലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ആട്ട പൊറോട്ട അടിപൊളിയായിരുന്നു കേട്ടോ. കറിയിൽ ചെമ്മീൻ കറി നൈസായിരുന്നു, ചിക്കൻ ഫ്രൈയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറിയും നൈസ്. ആ ചെമ്മീൻ്റെ കറിയിൽ കുതിർന്നിട്ടുള്ള ബൻ പൊറോട്ട ചിക്കൻ കറിയിൽ മുക്കിയിട്ട് കഴിക്കാൻ വേറെ തന്നെ ടേസ്റ്റ് ചെയ്യണം. യൂഷ്വലി ഞാൻ എല്ലാ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഡെസേർട്ട് കഴിക്കാറുള്ളത്. പക്ഷേ ഇവിടുന്ന് ഞാൻ എൻ്റെ എല്ലാ രീതികളും ഒന്ന് അഴിച്ച് പണിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് കഴിച്ചതിന് ശേഷം നേരെ ഞാൻ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഡെസേർട്ട് കൗണ്ടറിലേക്കാണ്. ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് എനിക്ക് ഒറ്റ കയ്യിൽ മാത്രമേ ഡെസേർട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇവിടെ സെർവ് ചെയ്തിട്ടുള്ള ഐസ്ക്രീം ഏതാണെന്നറിയാം, കണ്ണൂരുകാരുടെ സ്വന്തം റെഡ് റോസ് ഐസ്ക്രീമാണ് കേട്ടോ. അറിയുന്നവർക്കറിയില്ല സാധനം ഏതാണെന്ന്. അതൊക്കെ ഒരു കാലല്ലേ. അപ്പം ഞാൻ എടുത്ത ആ ചെറിയ പ്ലേറ്റിൽ ഗുലാബ് ജാമുൻ ഉണ്ട്, പുഡിംഗ് ഉണ്ട്, പേസ്ട്രി ഉണ്ട്, പിന്നെ ആ റെഡ് റോസിൻ്റെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ രസ്മലായി ഉണ്ട്. അതെല്ലാം മുഴുവനായിട്ട്
നക്കി തുടച്ച് കഴിച്ചിന് കേട്ടാ. ഡെസേർട്ട് കൗണ്ടറിലുള്ള എല്ലാ ഐറ്റംസും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. പിന്നെ മാലിക് ഇവൻസിൻ്റെ ആ ഒരു സ്റ്റേജ് ഡെക്കോറും ലൈറ്റിങ്ങും കാര്യങ്ങളും ആ ഒരു ഫ്ലവേഴ്സും പിന്നെ മൊത്തത്തിലുള്ള ആ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളിയായിട്ടാണ് ഇവരിത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിനായിട്ട് ഞാൻ പ്ലേറ്റുമായിട്ട് വീണ്ടും ഫീൽഡിലോട്ട് ഇറങ്ങി കേട്ടാ. ഇത്തവണ ആ ഒരു റൊട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം ഗീ റൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആ വെജ് കൗണ്ടർ പോയിട്ട് അവിടുന്ന് പനീർ പനീർ കടായി ആയിരുന്നെന്ന് തോന്നുന്നു അത്. അതെടുത്തിട്ടുണ്ട്. പിന്നെ ചെന്ന എടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട്, അതായത് നോൺ വെജ് കൗണ്ടറിലേക്ക് വന്നിട്ട് ആടുന്ന് മട്ടൻ കറി വാങ്ങിച്ച്, പിന്നെ ആ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ, ചിക്കൻ ബിരിയാണിയിലുള്ള ഒരു ലെഗ് പീസും വാങ്ങിച്ച്, എന്നിട്ട് പുട്ടിൻ്റെ കൗണ്ടറിൽ പോയിട്ട് ഒരു പീസ് ചിരട്ട പുട്ടും എടുത്തിട്ട് ആടെ പോയിരുന്ന്. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നേ, രാമശ്ശേരി ഇഡ്ഡലിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും ഉണ്ട് എൻ്റെ പ്ലേറ്റിൽ. അതിനായിട്ടൊരു സ്പെഷ്യൽ കൗണ്ടറും ഉണ്ട്. ഈ ഒരു റൗണ്ടിൽ ആദ്യം കഴിക്കുന്നത് ആ ചൂട് പുട്ടാ. നല്ലോണം തേങ്ങയിലിട്ടിട്ടുള്ള ആ പുട്ട് മട്ടൻ കറീൻ്റെ കൂടെ ചേർത്ത് കുഴച്ചാണ് കഴിച്ചത്. പിന്നെ രാമശ്ശേരി ഇഡ്ഡലി പൊതുവേ ചമ്മന്തി പൊടീൻ്റെ കൂടെയും ചട്നീൻ്റെ കൂടെയെല്ലാം കഴിക്കും. പക്ഷേ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ചിക്കൻ കറീൻ്റെ കൂടെയാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടില്ലേ കഴിച്ച് നോക്കണം, അടിപൊളിയാണ്. ലേശം തേങ്ങാ ചട്നിയിൽ മുക്കണേ, അതായത് രാമശ്ശേരി ഇഡ്ഡലി ചട്നിയിൽ മുക്കുക, എന്നിട്ട് ചിക്കൻ കറിയിൽ മുക്കിയിട്ട് കഴിക്കുക. നൈസാ. പിന്നെ ആ പനീറിൻ്റെ ഐറ്റം അടിപൊളിയായിരുന്നു. അത് കഴിച്ചിട്ട് മതിയായിട്ടില്ല. പിന്നെ ആ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ലഗോൺ ചിക്കൻ്റെ പീസ് ഇപ്പുറത്തെ സൈഡിൽ ആ വെജിറ്റേറിയൻ കൗണ്ടറിൽ നിന്ന് സെർവ് ചെയ്യുന്ന നെയ്ച്ചോറിൻ്റെ കൂടെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഞാൻ കഴിച്ചിനെ. വെറുതെ പറയുന്നേ അല്ല, സത്യം പറയാലോ, നല്ല ഉഗ്രൻ ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടേ ഇല്ല. നമുക്ക് വേണ്ടത്ര അല്ലെങ്കിൽ ചോദിക്കുന്നത്ര തരുന്നുണ്ടായിരുന്നു, അതായത് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ലൈറ്റായിട്ട് ഒരു റൗണ്ട് മുട്ട ദോശയും തേങ്ങാ ചമ്മന്തിയും തേങ്ങാ ചട്നിയും പിന്നെ ആ ചെമ്മീൻ അരച്ച കറിയും കൂടെ ചേർത്തിട്ടും കഴിച്ചിനെ. ഓരോ ഫുഡ് കൗണ്ടറും നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാലിക് ഇവൻസ് സലാഡ് കൗണ്ടറിലും ടോപ്പിനും ഇപ്പുറത്തെ സൈഡിൽ ഒരു ചായൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടുന്ന് ഗ്രീൻ ടീയും കുടിച്ച്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്ന് ലേശം പോപ്കോൺ കഴിച്ചിട്ട് അവസാനം ഒരു റൗണ്ടും കൂടെ ബിരിയാണി കഴിച്ചിന്. അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്തോ ഭയങ്കര ഒരു ആരവം. നോക്കുമ്പോൾ ജയസൂര്യയും സരിത ജയസൂര്യയും വന്നിയാ. അവർ കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. കുറേ പാട്ടെല്ലാം കണ്ടിട്ട് അങ്ങനെ ഇരുന്നിന്. ഞാൻ പിന്നെ ജയസൂര്യയെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് പോയത്. പാട്ടും പരിപാടിയെല്ലാം കണ്ടിട്ട് അങ്ങനെ കുറേ നേരം ആടെ ഇരുന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് മാലിക് ഇവൻറ്റ്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. അപ്പം ശരിയേ, കഴിച്ചത് ലേശം അധികമായി പോയിന്നാ തോന്നുന്നു. പോട്ടെ, സാരമില്ലല്ലേ, വല്ലപ്പോഴും അല്ലേ.